നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. തിരുവോണ ദിനത്തിൽ അരൂരിൽ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു താഴെ വീണു. തലനാരിഴയ്ക്ക് അത്യാഹിതം ഒഴിവായി. ഭിന്നശേഷിക്കാർ ഉൾപ്പെട്ട കുടുംബം ഇനി തെരുവിൽ ഉറങ്ങേണ്ടി വരും. അരൂർ 4-ാം വാർഡിൽ കടവിൽ ഷിജുവിൻ്റെ വീടാണ് തിരുവോണ ദിവസം വെളുപ്പിന് 12:30 മണിയോടെ വലിയ ശബ്ദത്തോടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണത്. വീടിൻ്റെ ഭിത്തികളിലെ വിള്ളലുകൾ നേരത്തെ തന്നെ അപായ സൂചനകൾ നൽകിയിരുന്നതിനാൽ ഷിജുവിൻ്റെ ഭാര്യയും മകനും കഴിഞ്ഞ ദിവസം ബന്ധുവീട്ടിലേക്ക് മാറിയിരുന്നു. എന്നാൽ ഉത്രാട ദിവസം വീട്ടിൽ ഉറങ്ങിക്കിടന്ന സമയത്താണ് അപശബ്ദം കേട്ട് ഷിജു പുറത്തേക്ക് ഓടുകയും വീട് തൽക്ഷണം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയും ചെയ്തു. ഞാൻ കൂടിവരക്കാരനാണ്. വീട് കഴിഞ്ഞ മഴക്കടയിൽ തീർത്ത് വിണ്ടിരിച്ച അവസ്ഥയിലായിരുന്നു. അത് ഇന്നലെ രാത്രി 12:30 മണിയായപ്പോൾ വീഴാനുണ്ടായിരുന്നു. ഭാഗ്യത്തിനാർക്കും പരിക്കൊന്നുമില്ല. അതെ, വീടുമായിട്ട് എല്ലാവർക്കും പേടിയായിരുന്നു. കുറച്ച് വീണ്ടൊക്കെ ഇപ്പോൾ ആൾക്കാർ പറയുകയും ചെയ്തായിരുന്നു. 15 വർഷമായി. ഈ കഴിഞ്ഞ ദിവസം നമുക്ക് തോന്നി അപകടം ഉണ്ടാകുന്നത്, അത് കാരണം ഭാര്യയൊക്കെ പറഞ്ഞു. രാത്രി ഞാൻ കിടന്ന് ഉറങ്ങാൻ നേരത്ത് വൈഫിനെ ഞാൻ നേരത്തെ കൊണ്ട് ഇടാക്കിയായിരുന്നു. രാത്രി കിടന്ന് ഉറങ്ങാൻ നേരത്തെ ഞാൻ രാത്രി സൗണ്ട് കേട്ടുകൊണ്ട് ഞാൻ ഓടി പുറത്തേക്ക് ഇറങ്ങിയത്. എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് ഞാൻ പോയി. ഇന്നലെ രാത്രി ഇവിടെ താമസിക്കുമ്പോഴാണ് ശബ്ദം കേട്ടത്. ഇന്നലെ 6 മണിയായപ്പോൾ തന്നെ ഇവിടുന്ന് ഞാൻ വൈഫ് എന്ന് പോയി അങ്ങോട്ട്. വൈഫ് പോയിട്ട് ഒന്ന് നേരത്തെ മാറ്റിയതാണ് ഇവിടുന്ന്. എത്ര സെന്റ് ഉണ്ട് ഇത്? 3 സെന്റ്. ഏകദേശം 25 വർഷം പഴക്കമുള്ള 3 സെന്റിൽ പണിത വീടാണിത്. 10 വർഷത്തിന് മുമ്പാണ് ഈ വീട് വിലയ്ക്ക് വാങ്ങിയതെന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ഷിജു അറിയിച്ചു. വീടിന്റെ ഭിത്തികൾ സുരക്ഷിതമല്ല എന്ന് തോന്നിയതിനാൽ അറ്റകുറ്റപ്പണികൾക്ക് ഒരുങ്ങുകയായിരുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ഷിജുവിന്റെ ഭാര്യ മരിയ റിൻസിയും മകൻ 15 വയസ്സുള്ള ആൽബിനും സംസാരശേഷിയില്ലാത്ത ഭിന്നശേഷിക്കാരാണ്. മകൻ ആൽബിൻ കോട്ടയം നീർപ്പാറ സ്പെഷ്യൽ സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സുമനസ്സുള്ള നാട്ടുകാരും ബന്ധപ്പെട്ട അധികാരികളും മുന്നോട്ട് വന്ന് അടിയന്തര സഹായം നൽകിയില്ലെങ്കിൽ ഷിജുവും കുടുംബവും തെരുവിൽ ഉറങ്ങേണ്ടി വരും എന്ന സങ്കടവും ഉണ്ട്. അരൂർ പഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പർ MP ബിജു സംഭവസ്ഥലം സന്ദർശിച്ച് അനന്തര നടപടികൾക്കുള്ള സാധ്യതകൾ വിലയിരുത്തി. ഷിജുവിൻ്റെ വീട് വളരെ ശോചനീയമായ അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയാണ് പെട്ടെന്ന് ഇത് മറിഞ്ഞു വീണത്. ഷിജുവിൻ്റെ വൈഫും കുട്ടിയും ജന്മനാ സംസാരിക്കാത്ത ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ ഒറ്റ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം പുലർന്നു പോരുന്നത്. ഇപ്പോൾ മറ്റ് തരത്തിലുള്ള ജനങ്ങളുടെ കൂടി സഹകരണത്തോടുകൂടി വീട് നിർമ്മിക്കുക എന്ന് മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമാവുകയുള്ളൂ. അതിനാവശ്യമായ കാര്യങ്ങൾ പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അരൂർ വിഷൻ ന്യൂസ് ചാനലിന്റെ പ്രിയ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.